പാനൂരിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ആഹ്ലാദ പ്രകടനം അതിരുവിട്ടതോടെ സംഘർഷത്തിൽ കലാശിച്ചു. SFI MSF പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇരു സംഘടനകളിലെയും 6 പേർക്ക് പരിക്കുപറ്റി. പോലീസ് ലാത്തി വീശി. MSF പ്രവർത്തകർ ഏറെ നേരം പാനൂർ കുന്നൂത്തുപറമ്പ് റോഡ് ഉപരോധിച്ചു. MSFന്റെ ആഹ്ലാദ പ്രകടനം ലീഗ് ഓഫീസിലേക്ക് സമാപിക്കുന്നതിനിടയിലാണ് സംഘർഷം ഉടലെടുത്തത്. SFI DYFI പ്രവർത്തകർ സ്ഥലത്തെത്തി തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് MSF പ്രവർത്തകർ ആരോപിച്ചു. MSF പ്രവർത്തകരായ ജുനൈദ് കൈവേലിക്കൽ, മുസ്ലിം ലീഗ് പാനൂർ മുനിസിപ്പൽ സെക്രട്ടറി KP മഞ്ജൂർ, മുസ്ലിം ലീഗ് കൈവേലിക്കൽ ശാഖാ സെക്രട്ടറി മുഹമ്മദ് കൈവേലിക്കൽ എന്നിവരെ തലശ്ശേരിയിലെ ഇന്ദിരാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ MSF പ്രവർത്തകരാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് SFI ആരോപിച്ചു. SFI ഏരിയ സെക്രട്ടറി K വൈഷ്ണവ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി അമൽ ബാബു, അശ്വിൻ ഘോഷ് എന്നിവരെ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് MSF KSU പ്രവർത്തകർ ഏറെ നേരം പാനൂർ പാറാട് റോഡ് ഉപരോധിച്ചു. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. MSFന്റെ തിളക്കമാർന്ന വിജയത്തിൽ വിളറിപൂണ്ട SFIക്കാരാണ് അക്രമം നടത്തിയതെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചു. സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കുത്തകയാക്കി വെച്ചിരുന്ന 2 സ്കൂളുകളാണ് ഇപ്പോ വലിയ ഭൂരിപക്ഷത്തിന് നമ്മുടെ വിദ്യാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെയുള്ള ആധിപത്യം തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്ത അവരുടെ ക്രിമിനലുകളായിട്ടുള്ള കുറെ ആളുകളെ പാനൂരിന്റെ പല ഭാഗങ്ങളിലും വിന്യസിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ MSFന്റെ ഒരു പ്രവർത്തകനെ പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആക്രമിച്ചത് പാനൂർ ലോക്കൽ സെക്രട്ടറിയാണ്. ആ ലോക്കൽ സെക്രട്ടറി നേതൃത്വമുള്ള സംഘമാണ് അക്രമം നടത്തിയത്. ആ വിദ്യാർത്ഥി ഇന്ന് പാനൂർ ഹൈസ്കൂളിലെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ആ ഒരു പ്രയാസത്തിലായിരിക്കാം ഇന്ന് വൈകുന്നേരം മുതൽ ഈ റിസൾട്ട് വരുന്നത് മുതൽ ഇങ്ങോട്ട് പാനൂർ ഹൈസ്കൂളിന്റെ മുന്നിൽ ഈ തരത്തിലുള്ള മുഴുവൻ പരാജയം ആയ സംഘടനകൾ അവർ ആ സ്കൂളിന് മുമ്പിൽ തടിച്ചു നിൽക്കുകയും വീണ്ടും MSFന്റെയും KSUവിന്റെ പ്രവർത്തകന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. സമഗ്ര ന്യൂസ് പാനൂർ.